കായംകുളം നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള UDF-BJP ഡീൽ കായംകുളം നഗരസഭ കുടുംബശ്രീ CDS തെരഞ്ഞെടുപ്പിലൂടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണെന്ന് LDF പാർലമെന്ററി പാർട്ടി യോഗം ആരോപിച്ചു. LDF കൊണ്ടുവന്ന പദ്ധതികൾ ബോധപൂർവം അട്ടിമറിക്കാനാണ് UDF ശ്രമിക്കുന്നത് എന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ S. കേശുനാഥ് പറഞ്ഞു. കായംകുളം നഗരസഭ കുടുംബശ്രീ CDS തെരഞ്ഞെടുപ്പിൽ കായംകുളം നഗരസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായ UDF-BJP ഡീൽ കൂടുതൽ വ്യക്തമായി പ്രകടമായിട്ടുണ്ടെന്ന് LDF പാർലമെന്ററി പാർട്ടി യോഗം ആരോപിച്ചു. UDF-നും അതുപോലെ തന്നെ LDF-നും 11 വീതം അംഗങ്ങളാണ് വനിതാ കൗൺസിലർമാരായിട്ടുള്ളത്. BJP-ക്ക് ആകെ 5 പേരുള്ളപ്പോൾ 3 വനിതാ കൗൺസിലർമാർ മാത്രമാണുള്ളത്. എന്നാൽ ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് ജനാധിപത്യ മര്യാദകൾ പാലിക്കുമായിരുന്നെങ്കിൽ LDF-ലെ അംഗങ്ങളെ കൂടി പരിഗണിക്കാമായിരുന്നു. എന്നാൽ BJP-യുടെ 3 അംഗങ്ങൾ മാത്രമുള്ള BJP-യിൽ നിന്ന് 2 അംഗങ്ങളെ CDS-ലേക്ക് തിരഞ്ഞെടുത്തത് വഴി കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ BJP-യും UDF-ഉം ആയിട്ടുള്ള ഡീലാണ് വ്യക്തമാകുന്നത്. 10 വാർഡുകളിൽ BJP-യും അതുപോലെ തന്നെ UDF-ഉം തമ്മിലുള്ള ഡീൽ വ്യക്തമാക്കുന്ന നിലയിലാണ് 18ാം വാർഡിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രത്യുപകാരം എന്ന നിലയിലാണ് ഇപ്പോൾ അവരെ CDS-ലേക്ക് അടക്കം കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തു പോകുന്നത്. പ്രതിപക്ഷമായിട്ടുള്ള LDF-ലെ അംഗങ്ങളെ ഒന്നും ഉൾപ്പെടുത്താതെ BJP-യുടെ 2 കൗൺസിലർമാരെ ഉൾപ്പെടുത്തിയാണ് CDS-ൻ്റെ കൗൺസിലർമാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരെടുത്തത്. കാരണം BJP-യെ സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമായിട്ട് മാറി. അവരുടെ നേരത്തെയുള്ള ഇലക്ഷൻ സമയത്തുള്ള ഡീലാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ ഈ ഭരണം മുന്നോട്ട് പോകുന്നത്. നഗരസഭ CDS-ലേക്ക് വനിതാ കൗൺസിലർമാരുടെ പ്രതിനിധിയായി BJP അംഗത്തെയും ഉൾപ്പെടുത്തിയത് ഈ ഡീലിന്റെ ഭാഗമാണ്. നഗരസഭയിലെ 2 കുടുംബശ്രീ CDS കമ്മിറ്റികളിലേക്ക് 5 വീതം വനിതാ കൗൺസിലർമാരെയാണ് തെരഞ്ഞെടുത്ത് നൽകേണ്ടിയിരുന്നത്. 4 വീതം UDF കൗൺസിലർമാരെയും 2 കമ്മിറ്റികളിലേക്കും ഓരോ BJP കൗൺസിലർമാരെയും തീരുമാനിക്കുകയായിരുന്നു. BJP-ക്ക് നഗരസഭയിൽ 5 കൗൺസിലർമാർ മാത്രമാണ് ഉള്ളത്. 3 വനിതാ കൗൺസിലർമാരും ഇതിലുണ്ട്. LDF-നും UDF-നും 11 വീതം വനിതാ കൗൺസിലർമാരുമുണ്ട്. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP-യും തമ്മിൽ 10 വാർഡുകളിലാണ് പരസ്യമായി ഡീലുണ്ടായിരുന്നതെന്നും ഇതിന്റെ ഭാഗമായി 18ാം വാർഡിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നുവെന്നും ഈ ഡീൽ കുടുംബശ്രീ CDS തെരഞ്ഞെടുപ്പായതോടെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പരസ്യമായിരിക്കുകയാണെന്നും LDF പാർലമെന്ററി പാർട്ടി ലീഡർ S. കേശുനാഥ് പറഞ്ഞു. നഗരമാകെ മാലിന്യ കൂമ്പാരമാകുമ്പോൾ മാലിന്യ സംസ്കരണ പ്ലാന്റും FSTP-യും ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കാത്ത നിലയിലാണ്. LDF കൊണ്ടുവന്ന വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ബോധപൂർവം അട്ടിമറിക്കാനാണ് നഗരസഭയിലെ UDF ഭരണസമിതി ശ്രമിക്കുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ബ്ലീച്ചിംഗ് പൗഡർ മെയ് മാസത്തിൽ എത്തിക്കേണ്ടത് ജൂലൈ മാസത്തിലാണ് ഭൂരിപക്ഷം വാർഡുകളിലും എത്തിച്ചതെന്നും LDF കൗൺസിലർമാർ പറഞ്ഞു. ഇവിടെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും അടങ്ങുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി നഗരഭരണത്തെ നിയന്ത്രിക്കുന്നതിന് പകരം നഗരസഭയിൽ പിൻസീറ്റ് ഡ്രൈവിംഗ് മാത്രമാണ് നടക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. മിനി സലീം, A. നസീർ, A. അബ്ദുൽ ജലീൽ, അബ്ദുൽ വാഹിദ്, ഗംഗാദേവി, അനിത ഷാജി, പ്രസന്ന സുരേഷ്, ഷാമില അനിമോൻ, സജ്ന ഷഹീർ, ഷഹബാനത്ത്, വാമാക്ഷി, അനീസ നൌഷാദ്, കാർത്തികക്കുട്ടി, സീത സജീവ് തുടങ്ങിയ കൗൺസിലർമാർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.